വളരെ പ്രിയം നിറഞ്ഞ ISM എറണാകുളം ജില്ലയുടെ കർമ്മ ഭടന്മാരെ, ISM എറണാകുളം ജില്ല സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ സ്നേഹവും പൊരുത്തവും നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ചൂട് ഒരു സന്ദേശമാണ് എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുവാനാണ് ഈ ഒരു ചെറിയ സംസാരത്തിലൂടെ ഈ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ പലയിടങ്ങളിലും സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഉഷ്ണം, ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആഗോള താപനത്തിൻ്റെ കാരണം, ആഗോളതലത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൻ്റെ കാരണം ശാസ്ത്രീയ ലോകം പല കാരണങ്ങളും നിരത്തിക്കൊണ്ട് അതിനെ സ്ഥാപിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ശാസ്ത്രം അത് ദീനിനോട് കൂറു പുലർത്തുന്ന, അള്ളാഹുവിൻ്റെ ഖുർആനിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടും നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മൻഹജിനോടും കൂറു പുലർത്തുന്ന ഏതൊരു വസ്തുതയും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, അത് അംഗീകരിക്കേണ്ടതുമാണ്. എന്നാൽ അതിനപ്പുറമൊക്കെ ആയിട്ട് ശാസ്ത്രം ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും പ്രസ്താവിച്ചാലും അതിനൊക്കെ അപ്പുറമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ അറിയിക്കുന്ന ജീവിത സത്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ചൂടിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളിലും നമ്മെ സംബന്ധിച്ചുള്ളത് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാനും മനുഷ്യനെന്ന് പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ഈ ഒരു വർഗം അത് അഹങ്കരിക്കുവാനോ ധാർഷ്ട്യം കാണിക്കുവാനോ പാടില്ല എന്നുള്ളതും, ഈ ദുനിയാവിലെ ജീവിതം ഹ്രസ്വമാണ് എന്ന വിഷയത്തിലേക്കും നാളെ പരലോകമാണ് ഖൈറും വ അബ്ഖ, ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതെന്നും ആ ഒരു പാഠത്തിലേക്കാണ് നമ്മുടെ ചുറ്റുഭാഗത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ചൂട് വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ശാസ്ത്രം വിലയിരുത്തുന്നത് ഇന്ന് വ്യവസായം കൂടി, വാഹനങ്ങൾ വർദ്ധിച്ചു, ബിൽഡിങ് ധാരാളമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർത്തപ്പെടുന്നു, മരങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, കാടുകൾ വെട്ടി നിരത്തപ്പെടുന്നു. ഇതൊക്കെ ഏറെക്കുറെ ചൂട് വർദ്ധിക്കുന്നതിന് കാരണം കൂടിയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ മനോഹരമായ ഒരു ആയത്താണ്. ഖുർആൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും ലോകത്ത് സംഭവിക്കുന്ന ഈ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ പഠിക്കേണ്ട സന്ദർഭത്തിൽ
ഖുർആനിന്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തീരുമാനിക്കുന്നവർ പഠിച്ചിരിക്കേണ്ട ഒരു ആയത്താണ്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഈ ഫസാദ് വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ ഫസാദ് മെയിനായിട്ട് പണ്ഡിതന്മാർ ഷിർക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഷിർക്ക്, ആക്രമണം, അതുപോലെയുള്ള എല്ലാവിധത്തിലുമുള്ള കുഴപ്പങ്ങളും അത് വർദ്ധിച്ചിരിക്കുന്നു. അവിടെ ഈ ഷിർക്കും അത് മാത്രമല്ല, അതും ഇതിന്റെ പരിധിയിൽ പെടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റെല്ലാ ഫസാദുകളും, എല്ലാ കുഴപ്പങ്ങളും, പരീക്ഷണങ്ങളും ഈ ലോകത്ത് വർദ്ധിച്ചിരിക്കുന്നു. ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും. കരയിലാണെങ്കിലും കടലിലാണെങ്കിലും എല്ലാ ഫസാദിന്റെയും കാരണം ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം എന്നാണ്. ഇതൊരു യഥാർത്ഥത്തിൽ കാഴ്ചപ്പാടാണ്. ഈ ഒരു കാഴ്ചപ്പാട് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അള്ളാഹുലേക്കും അടുപ്പിക്കുന്നതിന് കാരണമായി തീരുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് ചൂടിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഈ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. ആ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ദുനിയാവിൽ സംഭവിക്കുന്ന പല ഫസാദുകൾക്കും ഒരു കാരണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രൂപത്തിൽ തന്നെ ഈ ആയത്തിനെ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കടന്നു വരാം. വ്യവസായം, അതുപോലെ തന്നെ വാഹനത്തിന്റെ വർധനവ്, ബിൽഡിങ് ധാരാളമായി ഉണ്ടായത്, മരങ്ങൾ വെട്ടി നിരത്തപ്പെട്ടത്, കാടുകൾ ഇല്ലാതായത്, ഇതൊക്കെ ഏറെക്കുറെ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായ അതിന്റെ ഒരു പരിണത ഫലമാണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടാമതായി നമ്മൾ പറഞ്ഞുവല്ലോ, ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയമായ ഒരു അവലോകനത്തിലൂടെയല്ല വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രം എന്ത് പറഞ്ഞാലും വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിചിന്തനത്തിന് നാം വിധേയമാകുന്ന സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് രണ്ടാമത്തെ ആയത്ത്. ഞാൻ ആദ്യം പറഞ്ഞത് ലഹറുൽ ഫസാദാണ്. രണ്ടാമത്തെ ആയത്ത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. വളരെ മനോഹരമായ സൂറ ആൽ ഇംറാനിലെ 190, 91 രണ്ടായത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, തീർച്ചയായിട്ടും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് അവിടെ സംഭവിക്കുന്ന മറ്റൊരു സംഭവമാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിലും ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായിട്ടും ലുബ് എന്ന് പറഞ്ഞ സാധാരണ ഈ തേങ്ങയുടെ ഉള്ളിലുള്ള കാമ്പിനെ സംബന്ധിച്ചാണ് ലുബ് എന്ന് സാധാരണ പറയാറുള്ളത്. തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ, ചകിരി, അതിൻ്റെ ഉള്ളിൽ കാമ്പ്, പിന്നെ വെള്ളം. അപ്പൊ കാമ്പാണ് ലുബ് എന്ന് പറയുന്നത്. അപ്പൊ ലുബുള്ള, കാമ്പുള്ള, ചിന്തിക്കാൻ തലച്ചോറുള്ള, മനസ്സിലാക്കാൻ ഹൃദയമുള്ള, അതാണ് ലുബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകൾ ആയാത്തിൻ, അവർക്ക് തെളിവുകളുണ്ട്, ദൃഷ്ടാന്തമുണ്ട്, മുജിസാത്തുകളുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അല്ലദീന യദ്കുറുനല്ലാഹ, നമ്മൾ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ പിന്നെ ബുദ്ധിയുള്ള ആളുകൾ അവർ ചെയ്യുന്നൊരു കാര്യം, ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അത് അറിയുമ്പോൾ പിന്നെ അവരിൽ നിന്നുണ്ടാവുന്ന ഒരു പരിണിത ഫലമുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിടാ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അത് ശരിയാണ്, ആകാശഭൂമികൾ അള്ളാഹു പഠിച്ചിട്ടുണ്ട്, രാവും പകലും ഒക്കെ മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ശരിയാണ്, ശാസ്ത്രം പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോക്കല്ല വേണ്ടത്. മറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന അതിന്റെ ഇൻകം അതെന്താണത്? അല്ലദീന, അങ്ങനെയുള്ള ആളുകൾ യദ്കുറുനല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. ഇവിടെ ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രമല്ല, മറിച്ച് അതൊരു ബോധ്യപ്പെടലാണ്. ഈ മാറ്റങ്ങളെല്ലാം കാണുമ്പോൾ, പ്രകൃതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് പഠിച്ച് ആ മാറ്റങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ
യദ്കുറുനല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കും. അവർ പറയും ശരിയാണ്, ഇത് അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ്, അവന്റെ ആ ഒരു അളമത്താണ്. ഇത് അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഈ പ്രപഞ്ചത്തിൽ നടത്താൻ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കുകയും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നവര്, പിന്നെ മനസ്സിലാക്കൽ മാത്രമല്ല, ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഖിയാമൻ വഖൂദൻ. അവർ അള്ളാഹുവിനെ ഓർക്കുന്നത് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും, വഅലാ ജുനൂബിഹിം, എന്നിട്ടോ പാർശ്വഭാഗങ്ങളിലേക്ക് ചെരിഞ്ഞുകൊണ്ടും ഒക്കെ അവർ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കും. അപ്പൊ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ആൾക്കാരുണ്ട്, കിടന്നുകൊണ്ട്. നമസ്കാരത്തിൽ രൂപങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ എങ്ങനെയൊക്കെ നമസ്കരിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, രോഗികൾക്കൊക്കെ. അപ്പൊ ആ രൂപത്തിലൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, അത് പിന്നെയും അവരെന്ത് ചെയ്യും, ചിന്തിക്കാൻ. ആദ്യം ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു, ചിന്തിച്ചപ്പോൾ കാര്യം വ്യക്തമായി, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്. പിന്നെ തഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് പറയും റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ അതിന്റെ അന്തസാരം, ആ പൊരുൾ നിൽക്കുന്നത്. അവർ പറയും റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, അള്ളാഹു ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ബാത്തിലായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളെ നീ നരകത്തിൽ നിന്നും കാക്കണേ തമ്പുരാൻ. ഈ ആയത്തില് വളരെ പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം അവർ പറയുന്നത് മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും അള്ളാഹുവെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മൾ വിഷയത്തിലേക്ക് കടന്നു പോവാ. ചൂടാണ് വിഷയം. ആകാശങ്ങളെയും ഭൂമിയും റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചു. രാപ്പകലുകളെല്ലാം മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതും, രാവും പകലും മാറി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രപഞ്ചത്തിൽ പലതും സംഭവിക്കും. അതിന്റെ ഒരു ഭാഗമാണ് ചൂട് ഉണ്ടാകുക എന്നുള്ളതൊക്കെ. എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. ചൂടായാലും തണുപ്പായാലും ഒക്കെ അള്ളാഹു സൃഷ്ടിപ്പാണ്, അള്ളാഹു സൃഷ്ടിയാണ്. അപ്പോ അവർ പറയുന്നത് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എന്താണെങ്കിലും ഇതൊന്നും അള്ളാഹു നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്. എന്നിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നു അള്ളാഹുവിനോട്? ഫഖിന അദാബന്നാർ, ഏറ്റവും വലിയ ചൂട്, ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ അദാബ് അതെവിടെയാണ്? അത് ജീവിതത്തിലെ അദാബുകളോ, ജീവിതത്തിലെ പരീക്ഷണങ്ങളോ, ജീവിതത്തിലെ ശിക്ഷകളോ, ജീവിതത്തിലെ പ്രയാസങ്ങളോ, ജീവിതത്തിലെ സങ്കടങ്ങളോ, അതൊന്നുമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമുള്ളത്. മറിച്ച് നാളെ പരലോകത്ത അദാബുന്നാർ, നരകത്തിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ. സഹോദരന്മാരെ, ചൂടും നരകവുമായി നമ്മൾ ഈ ആയത്തിലൂടെ കണക്ട് ചെയ്ത് മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെന്നും അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുകളെല്ലാം അത് അള്ളാഹുലേക്ക് അടുക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുവരുവാനും വേണ്ടി, ആ ലോകത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു റഹ്മത്ത് എന്ന നിലക്കാണ് ഈ ചൂടിനെ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ ലക്ഷണം ആദ്യം ബോഡിയെ കാണിക്കുമല്ലോ, അല്ലെ? നമുക്കൊരു വേദന, ആ വേദന ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ അസുഖത്തെ സംബന്ധിച്ച് ഒന്ന് അവയർനെസ്, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അസുഖം വരാനിരിക്കുന്നു, ചെറിയ വേദന സംഭവിച്ചിട്ടുണ്ട്. ഒരു പനി വരുമ്പോൾ ആ പനിക്കപ്പുറമുള്ള ഒരു വലിയ അസുഖം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം പനിയെക്കുറിച്ച് ആലോചിച്ച് അതില്ലാതാക്കാനുള്ള വഴിയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. എന്നപോലെ തന്നെ വലിയൊരു ചൂട്, വലിയൊരു പരീക്ഷണം നാളെ വരാനുണ്ട്. അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചൂട് നൽകിയിട്ടുള്ളത്. ഈ സലഫുകൾ, അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സലഫുകൾ ചൂട് കൂടുന്ന സന്ദർഭത്തില്, അതുപോലെ അതിശൈത്യം, വലിയ തണുപ്പുണ്ടാകുന്ന നേരത്ത്, അപ്പോഴൊക്കെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ അവർ അതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളുമായിരുന്നു. അതാണ്, അവർ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുമായിരുന്നു. ചൂടാണെങ്കിലും അതിശൈത്യമാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം, ഈ പ്രവാചകന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂട് അതിശക്തമാകുന്ന സന്ദർഭത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സ്വഹാബിമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നൊരു കാര്യം, വളരെ
കാര്യഗൗരവമായ ഒരു ഉണർത്തൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയുമായിരുന്നു. ഇന്ന ഷിദ്ദത്തൽ ഹർരി മിൻ ഹൈഹി ജഹന്നം. തീർച്ചയായിട്ടും ഷിദ്ദത്തൽ ഹർറല്ല, മറിച്ച് ഷിദ്ദത്തൽ ഹർറാണ്. ഹർറ് ചൂടാണ്. ഷിദ്ദത്തൽ എന്ന് പറയുമ്പോൾ അതിശക്തമായ ചൂട്, താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള അതിശക്തമായ ചൂട്. ഷിദ്ദത്തൽ ഹർറ് മിൻ ഫൈഹി ജഹന്നം, അത് ഫൈഹി ജഹന്നമാണ്, നരകത്തിലെ നിശ്വാസമാണ്. നിശ്വസിക്കുകയാണ്. അപ്പൊ നരകത്തിൽ എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. നിശ്വസിക്കുന്നവരാരാണ്? അത് ജീവനുള്ളവരാണല്ലോ. അപ്പൊ നരകത്തിന് ജീവനുണ്ട്. നരകത്തിന്റെ നിശ്വാസമാണ് ഈ അനുഭവിക്കുന്ന വലിയ ചൂട്. ഹർറ, നിങ്ങൾ ചൂട് കഠിനമായി കഴിഞ്ഞാൽ ഫബ്രിദു ബിസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തെ തണുപ്പിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ ലൊഹർ നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഫബ്രിദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആ ചൂടൊക്കെ ഒന്ന് ആശ്വാസം ആവുന്ന, തണുപ്പ് വരുന്ന ഒരു സമയത്തേക്ക് മാറ്റിവെച്ച്, അല്പം ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പോകും. കാരണം എന്താണ്? അത് അതിശക്തമാണ്, നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ സാധിക്കാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഇബാദത്ത് പോലും താൽക്കാലിക ആശ്വാസം കിട്ടുന്ന സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെക്കാൻ പറഞ്ഞത് ഈ അതിശക്തമായ ചൂടുള്ളത് കൊണ്ടാണ്. അത് നേരെ തിരിച്ചെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ ഇബാദത്ത് കൊണ്ട് തന്നെ നമുക്ക് ചൂടിനെ മറികടക്കാനും സാധിക്കണം. അത് ഇവിടെയല്ല, നാളെ പരലോകത്തായിരിക്കും. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ് ഇഷ്തഖത്തിൻ നാർ ഇലാ റബ്ബിഹ. നരകം അതിന്റെ റബ്ബിനോട്, ഇഷ്തക്ക എന്ന് പറഞ്ഞാൽ ആവലാതി ബോധിക്കുക, സങ്കടം പറയാന്നൊക്കെ അർത്ഥം. സങ്കടം പറഞ്ഞു, ആവലാതി ബോധിപ്പിച്ചു നരകം റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. ഫഖാലത്ത്, എന്നിട്ട് നരകം പറയുകയാണ്, എന്താ പറയുന്നത്? റബ്ബി അക്കല ബഅലി ബഅല, അല്ലാഹുവേ എന്റെ ചില ഭാഗങ്ങളെ തിന്നാൻ തുടങ്ങി എന്നാ പറയുന്നത്. അപ്പൊ തിന്നുക എന്ന് പറയുന്നത് ആർക്കുള്ളതാണത്? അത് ജീവനുള്ള വസ്തുക്കളുടെ ജീവിതത്തിൽ കാണുന്ന പ്രതിഭാസമാണ് തിന്നുക എന്നുള്ളത്. അപ്പൊ നരകത്തിന്റെ ചില ഭാഗങ്ങൾ തിന്നാൻ തുടങ്ങി. നമുക്ക് നരകം എന്ന് പറയുന്നത് നാറു മൂസദ, കേവലം അതൊരു തീയല്ല, നാറു മൂസദ, ചുറ്റുഭാഗവും മൂടപ്പെട്ടതാണ്. താഴ്ഭാഗവും മുകൾ ഭാഗവും ചുറ്റുഭാഗം കംപ്ലീറ്റ് മൂടപ്പെട്ടതാണ്. അപ്പൊ ചുറ്റുഭാഗം മൂടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ചൂടും പുകയും വേവും അതൊന്നും പുറത്തേക്ക് പോകില്ല. കാരണം ചുറ്റുഭാഗവും അത് മൂടപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ചുറ്റുഭാഗവും മൂടപ്പെട്ട നരകം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആവലാതി പറയുന്നത്, അല്ലാഹുവേ എന്റെ ചില ഭാഗങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ്. വേറെ ഹദീസ് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവലാതി നരകം പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞ മറ്റൊരു ഹദീസാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? അതിനൊരു സാവകാശം, ഒരു ആശ്വാസം എന്ന നിലക്ക് നരകത്തോട് പറഞ്ഞു, നീ വർഷത്തിൽ ഒരു പ്രാവശ്യം നിന്റെ നിശ്വാസം പുറത്തേക്ക് വിടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ നരകം എന്താക്കുന്നു? ഓരോ വർഷവും അതിന്റെ നിശ്വാസം അത് പുറത്തേക്ക് വിടുന്നു. ആ മൂടി അതിന്റെ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഈ നരകത്തിന്റെ തീ ഈ ലോകത്ത് മുഴുവനും അതിന്റെ ജ്വാല പടരുകയാണത്. നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മള് സാധാരണ ഈ ചൂടൊക്കെ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ അതിനൊക്കെ ആശ്വാസം ലഭിക്കാൻ പല മാർഗങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ഇസ്ലാമിന് അതിനെതിരല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെ വരുന്ന ഈ ഉഷ്ണം നരകത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ഉഷ്ണത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രസാദം പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട്, നമ്മൾ അനുഭവിക്കുന്ന കഠിനമായ അതിശക്തമായ ചൂട് നരകത്തിന്റെ നിശ്വാസമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിന് അങ്ങനെ ഒരു അനുവാദം കൊടുത്തിരിക്കുകയാണ്. സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമ്മോട് കാണിച്ച വലിയൊരു കാരുണ്യമാണല്ലോ. ശാശ്വതമായ നരകത്തിലേക്ക് പോകാതിരിക്കാൻ, ആ നരകത്തിലെ ചൂട് ഇന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ പാലക്കാടൊക്കെ 42, 43 ആയിരുന്നു 2-3 ദിവസത്തിന് മുമ്പ്. ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ വലിയ ചൂട് വരാനിരിക്കുന്നു. ഇവിടെ AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ എയർ കൂളർ ഉപയോഗിക്കുന്നു. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ജീവിതം ആളുകൾക്ക് വരാനിരിക്കുന്നു, നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക്.
അപ്പൊ അവിടെ രക്ഷപ്പെടണം, ഇതിനേക്കാൾ വലിയ ചൂട് അവിടെയാണ് എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം എന്ന നിലക്ക് ഈ ചൂടിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതാണ് ഒരു വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. നബി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, നാറുക്കും ഹാദിഹില്ലത്തി യൂഖിദു ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചൂടുണ്ടല്ലോ, ഈ ചൂട് അത് ജഹന്നമ, ആ നരകത്തിന്റെ തീയിൽ നിന്നും 70 ഒരു ഭാഗമാണെന്നാ പറയുന്നത്. ബാക്കി 69 ഇതിനേക്കാൾ വലിയ ശക്തമാണത്. ആ 70ന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു തീ. അപ്പോ ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, കാലു വല്ലാഹി ഇൻ കാനത്ത് ലകാഫിയ, പ്രവാചകരെ, നരകത്തിന്റെ 70ൽ ഒരു അംശമായ ഈ ഒരു ചൂട്, ആ ചൂട് തന്നെ മതിയല്ലോ എന്ത് ജനങ്ങൾക്ക് ശിക്ഷയായിട്ടുള്ളത്. ബാക്കിയൊക്കെ 69 അവിടെയാണുള്ളത്. ഈ 1% തന്നെ മതി ലോകത്തുള്ള ആളുകൾക്ക് അതിന്റെ ഒരു ശിക്ഷയായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം എന്ന നിലക്ക് ദുനിയാവിലേക്ക് വരുവാൻ. ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്ആ, ദുനിയാവിലെ തീ ഇങ്ങനെയാണെങ്കിൽ 69 ഇരട്ടിയുള്ള ആ തീ, ആ നരകത്തിലെത്തി എത്ര വലുതായിരിക്കും സഹോദരങ്ങളെ. നമുക്ക് എന്തൊക്കെ സാഹചര്യമാണ്, നമുക്ക് എന്തൊക്കെ സൗകര്യമാണ് ഈ ദുനിയാവിൽ ഈ ചെറിയ വളരെ കുറഞ്ഞ സമയം നിലനിൽക്കുന്ന ഈ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു കഴിഞ്ഞാൽ പരലോകത്തെ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പരലോകത്ത് ഹിസാബിന്റെ സമയത്ത്, വിചാരണയുടെ വേളയിൽ കുറെ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഹദീസിനെ സംബന്ധിച്ചൊക്കെ ഒരു ചാണാണ്, ഇന്ന് എത്രയോ അകലെയാണ് സൂര്യൻ നിലനിൽക്കുന്നത്. ആ സൂര്യനെ ഒരു ചാൺ തലക്ക് മുകളിലായി കൊണ്ടുവരുന്ന നേരത്ത് തലച്ചോറ് തിളച്ചു മറിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള മുഴുവൻ അവയവങ്ങളും അത് കത്തിക്കരിഞ്ഞ് ഒലിച്ചു പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ നമുക്ക് അവിടെയൊക്കെ രക്ഷയായിട്ടുള്ളത് കർമ്മങ്ങൾ മാത്രമാണ്. പ്രവാൻ നീണ്ട ഹദീസിൽ പറഞ്ഞു, ഓരോ സത്യവിശ്വാസിയും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്. കഴുത്തുവരെ, കാലിന്റെ മുട്ടുവരെ, വായ വരെ, മൂക്കുവരെ, അതുപോലെ ചെവി വരെ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ തിന്മയുടെ തിക്തഫലങ്ങൾ അവിടെ അനുഭവിക്കുന്നത് ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. ഇവിടെ നമ്മൾ മാക്സിമം ഇതിനേക്കാൾ വലിയ ചൂട് സംഭവിക്കാനിരിക്കുന്ന ആ പരലോകത്ത് അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംവിധാനിക്കേണ്ടത് എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നരകത്തെ കൊണ്ടുവരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. എത്രത്തോളമാണത്? നമ്മളെല്ലാം നെട്ടിപ്പോകുന്നൊരു ഹദീസാണ്. 70,000 കടിഞ്ഞാണിൽ ഓരോ കടിഞ്ഞാൺ പിടിക്കാനും 70,000 മലക്കുകൾ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസാണത്. 70,000 വടം കടിഞ്ഞാൺ, ആ വടങ്ങൾ കൊണ്ടാണ് നരകത്തെ ചുറ്റിക്കൊണ്ടുവരുന്നത്. അതിൽ തന്നെയും ഓരോ കടിഞ്ഞാൻ പിടിക്കാൻ വേണ്ടി ഓരോന്നിനും 70,000 മലക്കുകൾ. അങ്ങനെയുള്ള നരകത്തെ കൊണ്ടുവരുന്ന സന്ദർഭം, സത്യനിഷേധികളെ, അക്രമകാരികളായ ആളുകളെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ നരകം അകലെ നിന്ന് ആർത്ത് അട്ടഹസിച്ചു കൊണ്ടിരിക്കും. എന്താണ് മനുഷ്യന്മാരെ കാണുന്നത്? മനുഷ്യന്മാരാണല്ലോ നരകത്തിലെ ഇന്ധനം. അപ്പൊ ഇന്ധനത്തെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആർത്തട്ടഹാസം നരകം കാണുമ്പോൾ തന്നെ ഒച്ചയിട്ടുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ശാശ്വതമല്ലല്ലോ. ആശ്വാസമുണ്ട്, വെള്ളമുണ്ട്, AC ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ എയർ കൂളർ ഉണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ നാളെ പരലോകത്ത് ഇതിനേക്കാൾ വലിയ ശക്തമായ ചൂടിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാറുള്ളത്? നമ്മളെ സംബന്ധിച്ച് അതാണ് ആലോചിക്കേണ്ടത്. പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള എന്താണ് നിങ്ങൾക്കറിയാമോ? പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസവും കർമ്മങ്ങളും എന്താണ് എന്ന് ചിന്തിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ച് ദുനിയാവിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം
അവനെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. അല്ലാത്തവർക്കാണത്. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്കാണ് ദുനിയാവ് പ്രയാസകരമായി തോന്നുന്നത്. ആഖിറം അത് ശാശ്വതമാണ്, അവിടെ സന്തോഷമാണ്, അവിടെ സ്വർഗമാണ്, അവിടെ സമാധാനമാണ്, സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത അതിവിശാലമായ ലോകമാണ്. ഒരു കണ്ണും കാണാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത അതിവിശാലമായ അള്ളാഹുവിന്റെ റഹ്മത്തും ഫദലുമാവുന്ന ആ സ്വർഗം, അതൊക്കെ ആലോചിക്കുന്ന സന്ദർഭത്തിൽ നിന്നും നമുക്ക് എന്തല്ല ഒരു വിഷയമല്ല. അള്ളാഹുവിന്റെ ഹബീബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ മനോഹരമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. 7 വിഭാഗം ആളുകൾ, അതിൽ ആരെങ്കിലും ഒക്കെ ആകാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അതിൽ ആരൊക്കെയാണത്? ഇമാമുൻ ആദിൽ, ഒരു തണലുമില്ലാത്ത, ചൂടിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അവിടെ ഭരണാധികാരി മാത്രമല്ല, 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 ഭാര്യമാരോടും നീതി പുലർത്തുന്ന ഒരു വ്യക്തി എന്നും നമുക്ക് ഹദീസിന്റെ അതിന്റെ തഫ്സീർ കാണുവാൻ സാധിക്കും. അപ്പൊ നീതിമാനായ ഒരു വ്യക്തി, അത് പിതാവാണെങ്കിലും 2 ഭാര്യയുള്ള ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും വേണ്ടിയില്ല, ഒരു നേതാവാണെങ്കിലും വേണ്ടിയില്ല, അവരൊക്കെയും അവർ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിയായ ചെറുപ്പക്കാരനും പള്ളിയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, വറജുലുൻ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, പള്ളിയുമായി നിരന്തരമായ സമ്പർക്കം, പള്ളിയുടെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ, പള്ളിയുടെ ഖിദ്മത്തിന്റെ കാര്യത്തിൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സദാസമയം ജാഗ്രത പാലിക്കുന്ന, അള്ളാഹുവിന്റെ ഭവനത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സംസ്കരിക്കാനും സുന്നത്ത് സംസ്കരിക്കാനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് ആ ക്ഷണം തിരസ്കരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, അവർ തന്നെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ദാനധർമ്മം ചെയ്യുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിക്കുന്ന, ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, ഒഴിഞ്ഞിരുന്ന് അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ കരയുന്ന ആളുകൾ. ഇത്തരം ആളുകൾക്ക് നാളെ പരലോകത്ത് ആ 69% വരുന്ന ചൂടിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കുമെന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നടത്തിയ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. ഇതൊക്കെ നമ്മൾ നമസ്കാരത്തിന്റെ സമയത്തൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പ്രാർത്ഥനയൊക്കെ വെറുതെ പഠിപ്പിച്ചതല്ല. ജഹന്നമുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെയും വെറുതെ, ഒരു പ്രാർത്ഥന വെറുതെ പഠിപ്പിച്ചതല്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവെ, ജഹന്നം നരക ശിക്ഷയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കും. ഇതൊക്കെ അറിഞ്ഞും പഠിച്ചും ചിന്തിച്ചും ഒക്കെ ജീവിതത്തിൽ ഒരു ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഇതൊന്നും വലിയ വിഷയമല്ല. അല്ലാത്തവർക്കാണ് എപ്പോഴും അത് ചൂട് 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 എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്ന് കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, വേറെ ആരോടും പറയുന്നില്ല, സത്യവിശ്വാസികളായ നമ്മളോട് അല്ലാഹു പറയുക, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകരുതെടുക്കാനാ പറഞ്ഞു. അവിടെ ചെന്നിട്ടല്ല. തഖ്വ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ടല്ല, ഇവിടെ വിഖായത്ത്. നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധം നേടുമല്ലോ, അതിനെ വിഖായത്ത് എന്ന് പറയുന്നത്. അസുഖം വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി എടുക്കുന്ന ഇഞ്ചക്ഷൻ, അസുഖം വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, അതാണ് വിഖായത്ത്. ഒരു പ്രിക്കോഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത്. അപ്പൊ അവിടെ സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇവിടെ നിങ്ങൾ വിഖായത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ ഒരു മുൻകരുതൽ വേണം. നിങ്ങൾ മുൻകരുതൽ എടുക്കണം. അൻഫുസക്കും, 2 ബാധ്യത. നിങ്ങളുടെ കാര്യത്തിൽ അഹ്ലീകും നാറ, നിങ്ങൾ മാത്രമല്ല. വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എന്നാണ്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തെയും ഒരു മുൻകരുതലിലേക്ക് കൊണ്ടുപോകേണ്ട ഭാഗം നിങ്ങൾക്കാണുള്ളത്. അഹ്ലീകും നാറ. കാരണം എന്താണ്? ഖൂദുഹന്നാസു വൽ ഹിജാറ. അതാണ് കാരണം. അവിടെ കത്തിക്കപ്പെടുന്നത്
നരകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ഒരു മുൻകരുതൽ വേണം. കാരണം വഖൂദുഹന്നാസ് വലിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന അതിന്റെ ഇന്ധനം അത് മനുഷ്യന്മാരും അത് കല്ലുകളുമാണ്. അലൈഹ മലായിക്കത്തുൻ ഐലാദുൻ ഷിദാദ്, കഠിനരായ മലക്കുകൾ അതിന്റെ കാവൽക്കാരാണ്. വയഫലൂനമായ ഉമറുകൾ, എന്താണോ റബ്ബ് അവരോട് കൽപ്പിക്കുന്നത് അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ്. ഒരു എക്സ്ക്യൂസും അവിടെ ഇല്ല. അങ്ങനെയുള്ള ആ ലോകത്തേക്ക് പോകേണ്ടവരാണ് മനുഷ്യന്മാരൊക്കെ. അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള, അവിടെയുള്ള ഇതിനേക്കാളൊക്കെ 70 ഇരട്ടി തീയുള്ള, ചൂടുള്ള, അത്യുഷ്ണമുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ഇവിടെ നിങ്ങൾ ചില പ്രിക്കോഷൻസ്, ഇവിടെ ചില വിഖായത്സ്, ചില മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടി വരും. ആ മുൻകരുതലാണ് ഞാൻ പറഞ്ഞ ഹദീസ്. 7 വിഭാഗം ആളുകൾ. ഒന്ന്, രണ്ടാമത്തേത് നമസ്കാരത്തിലെ പ്രാർത്ഥന, അല്ലാത്ത സമയത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബി ജഹന്നമ എന്ന് പറയുന്ന ആ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തെ തൗഹീദിന്റെ, ഇസ്ലാമിന്റെ, ദീനിന്റെ, ഖുർആനിന്റെ, ഹദീസിന്റെ തർബിയത്ത്, തസ്കിയത്ത് അതൊക്കെ കൊടുത്ത് വളർത്തി നിങ്ങൾ ജീവിക്കണം. എങ്കിൽ നാളെ പരലോകത്ത് കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ചൂടൊന്നും വലിയ ശിക്ഷയല്ല, അതൊരു മുന്നറിയിപ്പാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ സമാധാനപ്പെടുത്തലാണ്, അള്ളാഹുവിന്റെ ആശ്വാസമാണ്. നമ്മൾ സാധാരണ ബസ് ഇങ്ങനെ വാഹനം സ്പീഡിൽ പോകുമ്പോൾ ചില ഏരിയയിൽ ഉണ്ടാവുമല്ലോ 80, 90, ചിലതെന്താണ് 60. കാരണം എന്താണ്? നിങ്ങൾ കുറെ ദൂരെ അധികമായി വേഗതയിൽ പോയി കഴിഞ്ഞാൽ വലിയ അപകടം വരാനിരിക്കുന്നു. അവിടെ വളവുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ വളവ് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കാതിരിക്കും. എന്ന പോലെ തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഈ ചൂടും ഈ വേവും ഈ പുകയും ഒക്കെ. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുലേക്ക് അടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. ലോകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.